രാജാവിനെ ആരാധിപ്പാൻ സ്വർഗം തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളക്കരയും അവിടെ 38 വർഷമായി വെയിറ്റ് ചെയ്ത് സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു രോഗിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ആ രോഗിയുടെ വിഷയത്തിൽ ഹല്ലേലൂയ, അവൻ എന്നും പകൽക്കാലം അല്ലെങ്കിൽ എപ്പോഴും ദൂതൻ വന്ന് കുളം കലക്കും. രോഗികൾ അവനേക്കാളും ക്ഷീണിതർ അല്ലെങ്കിൽ അവനേക്കാൾ മിടുക്കന്മാർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളവരാരെങ്കിലും അവർ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകും. ഹല്ലേലൂയ. അവനതെപ്പോഴും വളരെ നിരാശയോടെ നോക്കിയിരിക്കുമ്പോൾ അവൻ വളരെയധികം വെയിറ്റ് ചെയ്ത ഒരു കാലഘട്ടം അവനുണ്ട്, 38 വർഷക്കാലം. ഹല്ലേലൂയ. പക്ഷെ ബൈബിളിൽ രേഖപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ 38 വർഷം വെയിറ്റ് ചെയ്ത് സൗഖ്യമാക്കിയ ഒരു വ്യക്തി അവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് അവൻ്റെ നേരിട്ട് അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവൻ്റെ കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പല വിഷയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണെങ്കിൽ ഹല്ലേലൂയ ചിലപ്പോൾ നമ്മൾ രോഗത്തിൽ നിന്നുള്ള വിടുതലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല നിലവാരത്തിലുള്ള വിടുതലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മളെ കാണുന്നു, കർത്താവ് നമ്മളെ കാണുന്നു. ഹല്ലേലൂയ. നമ്മളെക്കാൾ മിടുക്കന്മാർ അല്ലെങ്കിൽ നമ്മളെക്കാളും കഴിവ് കുറഞ്ഞവർ ആരുമായിക്കോട്ടെ നമ്മൾക്ക് മുമ്പേ കടന്നു പോയാലും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന ഹല്ലേലൂയ നമ്മളെ കരം പിടിച്ച് ഹല്ലേലൂയ നമ്മളെ ബലപ്പെടുത്തുന്നവൻ, ശക്തനാക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിലെ ഇന്ന് പകൽക്കാലം ആശ്രയിക്കാം, അവനിൽ തന്നെ വിശ്വസിക്കാം, അവനിൽ തന്നെ ചാരാം. ഹല്ലേലൂയ. വെയിറ്റിംഗ് ഒരിക്കലും വേസ്റ്റിംഗ് ആകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ആയിരിക്കുക. സ്വർഗം നമ്മളെ സഹായിക്കും. ചില പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാൻ സ്വർഗം നമ്മളെ സഹായിക്കും. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, അതിവിശുദ്ധൻ കെരൂബിന്മേൽ വസിക്കുന്നോനേ, താഴ്മയോടെ യാഗമായി തീരും മുമ്പിൽ വണങ്ങിടുമ്പോ ആത്മസൗഖ്യം നേകി നീ അടിയാരെ യഹോവ ശമ്മ, ഉന്നത
യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ആമേൻ. ഓ യഹോവ റാഫ, ആമേൻ. ഹല്ലേലൂയ. ഓ നിൻ പിൻവരവിൽ മഹത്വ നാളിൽ കണ്ടിടുമ്പോ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും നിൻ സാന്നിധ്യത്തിൽ. ഭാഗ്യനാട്ടിൽ ശൂദ്ധർ താങ്കെ മൽപ്രിയനെ ചുംബിക്കുന്നേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഹല്ലേലൂയ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീ യോഗ്യൻ, നീ യോഗ്യൻ. ആമേൻ. അതിവിശുദ്ധ ഹല്ലേലൂയ. ചെരുവിന്മേൽ വസിക്കുന്നോനേ, താഴ്മയോടെ യാഗമായി തിരുമുമ്പിൽ വണങ്ങി. നീ യോഗ്യൻ. ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്ക. യഹോവ, യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ പാടി ആരാധിച്ചാമേ. ഓ യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഹല്ലേലൂയ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി. നീ യോഗ്യൻ. ഓ നീ യോഗ്യൻ. ആമേൻ. അതിവിശുദ്ധ താഴ്മയോടെ യാഗമായി തിരുമുമ്പിൽ വണങ്ങിടുമ്പോ. ഓ ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്കാൻ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ. ഓ യഹോവ റാഫ, ഹല്ലേലൂയ. ഓ അതു മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ചിന്തയ എന്നെ വിട്ടു. ഹല്ലേലൂയ. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ചിന്തയ അത് മഞ്ഞു പോലെ. ഓ അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞു. ഹല്ലേലൂയ. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ ശക്തിയോടെ ആരാധിച്ച
കരത്തടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ. എന്നെ അത് മഞ്ഞുപോലെ, ഓ അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും. ഇറങ്ങും അതു മഞ്ഞുപോലെ എന്നിൽ ഹല്ലേലൂയ. അതു മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ ഹല്ലേലൂയ എന്നോടുള്ള, ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ ഹല്ലേലൂയ. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. ആമേൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്. ഹല്ലേലൂയ. ഓ അത് മഞ്ഞുപോലെ എന്നിൽ ഹല്ലേലൂയ. അത് മഞ്ഞുപോലെ എന്നിൽ, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ഹല്ലേലൂയ. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. ആമേൻ. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറും. ഓ അതു മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും. അതു മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അതു മഞ്ഞുപോലെ എന്നിൽ ഹല്ലേലൂയ. ആമേൻ. പർവ്വതം മാറിയാലും ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ. ആമേൻ. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ എന്നെ വീണ്ടെടുത്തല്ലോ. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ എന്നെ വീണ്ടെടുത്തല്ലോ. കരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി ആരുമില്ല. കരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി ആരുമില്ല. ഓ അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും. അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്നിൽ, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. ആമേൻ. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. ആമേൻ. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും. അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്നിൽ ഹല്ലേലൂയ. അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും.
കടന്നു വരുമ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് how our worship should be is always based on the revelation what God have given to you who he is. ദൈവം ആരെന്നുള്ള ഒരു റെവലേഷൻ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനയുടെ ശൈലി മാറും, നമ്മുടെ ആരാധനയുടെ ആറ്റിറ്റ്യൂഡ് മാറും. അവന് ചുറ്റും കോടാഴി കോടി ദൂതന്മാര് രാപ്പകല് നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ഭയന്ന് ആരാധിക്കുമ്പോൾ, മൂപ്പന്മാര് അവരുടെ കിരീടങ്ങളെല്ലാം താഴെ വെച്ച് മുട്ടയിൽ നിന്ന് കമന്ന് കടന്ന് ആരാധിക്കുമ്പോൾ, അവൻ എത്ര മഹിമയോടെ ഇരിക്കുന്നവനെന്ന്, അവന്റെ പൊസിഷൻ എന്തെന്നുള്ളത്, ദൈവം ആരെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയുമാറാകട്ടെ. അവനെ പാടുമ്പോൾ, അവനെ സ്തുതിക്കുമ്പോൾ, അവന് നന്ദി കരേറ്റുമ്പോൾ, ദൈവമക്കളെ, these days somewhere we all might have lost the reverence for God. എന്നോട് ദൈവം പേഴ്സണലി സംസാരിച്ച വിഷയം അതായതുകൊണ്ട് I just felt like exalting it along with my church. ദൈവം ആരെന്നുള്ള ബോധ്യം നമുക്കൊക്കെ എപ്പോഴോ ആ ഒരു റെവറൻസ്, ദാറ്റ് ഭയം, ആ ദൈവത്തോടുള്ള ഭയം എന്നുള്ളത് എന്നെ അവൻ ശിക്ഷിക്കും, എന്നെ അവൻ കൊല്ലും എന്നുള്ള ആ ഭയമല്ല. ദ റെവറൻസ്, ദാറ്റ് ഹോളിനെസിന്റെ ഭയം. ആ മോറിയ മലയിൽ ഇറങ്ങി വന്ന ആ സാന്നിധ്യത്തിലേക്ക് മോശ കടന്നു ചെന്നപ്പം ദൈവം മോശയോട് ആദ്യം ആവശ്യപ്പെട്ടത് നിന്റെ കാലിലെ ചെരുപ്പഴിച്ചിടുക, കാരണം ഈ സ്ഥലം വിശുദ്ധമെന്ന്. ഓരോ സ്ഥലത്തും ഓരോ ഇടത്തും ദൈവദാസന്മാര്, ദൈവമക്കള് യഹോവയെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഒരു ഭയഭക്തിയുണ്ട്. That has been lost somewhere in this journey of our faith. നിങ്ങളുടേതല്ല ഞാൻ പറയുന്നത്, I am talking about myself. എനിക്ക് അത് ബോധ്യമായതുകൊണ്ട് these days that is my prayer. Lord, help me to realize and understand who you are and worship you. നിന്റെ മഹിമയുടെ ആ ഒരു ഗ്ലിംസ് എനിക്കൊന്ന് കാണിച്ചു തരണമേ, നിന്നെ സ്തുതിക്കാനും മഹിമപ്പെടുത്തുവാനും എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് എൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ഹോളിനകത്ത് നിൽപ്പുണ്ടെങ്കിൽ I just want to encourage you. The Lord is never far away. He is just standing next to you. He is just in you. It's just that you have to seek His face. അവന്റെ മഹിമയുടെ മുഖം നിങ്ങൾക്ക് കാണുവാൻ, ദർശിക്കുവാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് ചില ഗാനങ്ങളൂടെ പാടുമ്പോൾ, അവനെ വാഴ്ത്തി പാടി സ്തുതിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാകട്ടെ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കും എന്നുള്ളതല്ല നമ്മുടെ ഇമ്പോർട്ടൻസ്. എൻ്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, എൻ്റെ ആരാധന ദൈവം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചില ഗാനങ്ങളും കൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വഴികളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ അവനെ നമുക്ക് വാഴ്ത്താതിരിക്കാൻ കഴിയത്തില്ല, അവനെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരുമിച്ച് അവനെ വാഴ്ത്തി പാടാം. ദിനവും പാലിപ്പതോർത്ത എങ്ങനെ
അവന്റെ നാമം ഉയർത്തിയിടുക. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ആമേൻ. ഇന്നെന്ന ഭാരത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ദൂരം ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ദൂരം ചെയ്തില്ലേ. കഥയൻ വാഗ്ദത്തം പൂർത്തിയ ഹല്ലേലൂയ. ഓർക്കുക, സ്തുതിച്ചിടുക. ആമേൻ. കഥയൻ വാഗ്ദത്തം പൂർത്തിയ ഹല്ലേലൂയ. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, ഹല്ലേലൂയ, നാമം ഉയർത്തിയിടുക. ആമേൻ. ഈശാനമൂലൻ അടിച്ചുയർന്നു. ആമേൻ. പടകു തകർന്നു തോന്നിയപ്പോൾ ഈശാനമൂലൻ അടിച്ചുയർന്നു. ആമേൻ. ഈശാനമൂലൻ അടിച്ചുയർന്നു. പടകു തകർന്നു തോന്നിയപ്പോൾ തോണിയിൽ ജയം തന്ന രക്ഷകത്തെ പറയുന്ന ഹല്ലേലൂയ. പറയുന്ന ഓർക്കുക, സ്തുതിച്ചിടുക. ആമേൻ. തോണിയിൽ ജയം തന്ന രക്ഷകത്തെ പറയുന്ന ഓർക്കുക, സ്തുതിച്ചിടുക. ആമേൻ. ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ശക്തിയോടെ ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ശുദ്ധരഗന ആരാധന. ഹല്ലേലൂയ. ഓ, ആരാധന അങ്ങേക്ക്. ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ഓ, ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. യേശുവേ, ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ശൈലഗണഗരാജ അർത്ഥനഗരേ. ഹല്ലേലൂയ. ഓ, ആരാധന കുഞ്ഞാത്തിത്തീരു. രക്തത്താൽ ഞാൻ ശുദ്ധനായിത്തീർന്നു. പഞ്ചാഗ്നി ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. ഓ, മഹത്വം രക്ഷക സുരിനീനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വിട്ടിടു. തതിരാ സ്തുതിക്കും